എല്ലാവർക്കും നമസ്കാരം. അഗ്രി ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. കാരണം നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും എങ്ങനെ കൃഷി ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നല്ല വീഡിയോകളായിരിക്കും ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഫോളോ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ കൃഷിയുടെ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് പപ്പായ കൃഷിയെയാണ്. പപ്പായ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ജില്ലകളിലും ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പപ്പായ, കപ്പളങ്ങ, പല പേരുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ കൃഷി മുൻപ് അത്രയ്ക്ക് വലിയ രീതിയിലൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു വരുമാനം കർഷകർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എവിടെ ഒരു ഫ്രൂട്ട്സ് കടയിൽ നോക്കിയാലും ഈ ഒരു പപ്പായ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ വില തന്നെ 1 കിലോ പപ്പായയ്ക്ക് 50 രൂപയൊക്കെ വരെ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പപ്പായ കൃഷി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് പല പ്രദേശങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഈ ഒരു പപ്പായ കൃഷി ചെയ്യുന്നത്. പല ഇടങ്ങളിലും കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും തന്നെ ഈ ഒരു കൃഷിയുണ്ട്. ഈ ഒരു കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൈവാംശമുള്ള മണ്ണാണ് ഈ ഒരു പപ്പായ കൃഷിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ ഒരു പപ്പായ തൈകൾ നടുന്നത്. ഇത് കൂടാതെ തന്നെ 1 ഏക്കറിൽ നമുക്ക് നടാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു പപ്പായ തൈകളുടെ എണ്ണം എന്ന് പറയുന്നത് പരമാവധി 800 മുതൽ 1000 വരെയാണ്. പരമാവധി 1000 വരെയാണ് ആകാം, 800 മുതൽ 1000 വരെ. ഇതിന് ഒരു ഇടയകലമുണ്ട്. 2 ചെടികൾ വെക്കുന്നതിനുള്ള ഇടയകലം ഇത് 2 മീറ്റർ സ്ക്വയറിലായിരിക്കണം. ഒരു ചെടി വെക്കാനായിട്ട് 2 സ്ക്വയർ മീറ്റർ സ്ഥലം വേണം. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ചെടി വെക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, ഒരു ചെടിക്ക് നമ്മൾ ജൈവവളം പ്രയോഗിക്കുമ്പോൾ 10 മുതൽ 25 കിലോഗ്രാം വരെ, വിളവിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 മുതൽ 25 കിലോഗ്രാം വരെ നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണം. അത് ജൈവവളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചാണകവളം, കൂട്ടുവളം അങ്ങനെയൊക്കെയാണ്. കൂടാതെ രാസവളം പ്രയോഗിക്കാം, യൂറിയ അങ്ങനെയുള്ള എന്ത് വേണേലും ഇതിൽ ഉപയോഗിക്കാം. പക്ഷേ രാസവളം പ്രയോഗിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു രാസവളം പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു വളപ്രയോഗ രീതിയുണ്ട്, ജൈവവളത്തിൻ്റെ പ്രയോഗ രീതി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തൈ നടുമ്പോഴും പിന്നീട് ഓരോ 3 മാസം ഇടവിട്ട് 1 വർഷം ആവശ്യമായ ജൈവവളം തുല്യ അളവിൽ വീതിച്ച് നൽകണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുഴുവനായിട്ട് എടുത്ത് ആദ്യം തന്നെ ഒരു അടിവളമായിട്ട് ഇത് ഇടരുത്. തൈ നടുമ്പോഴും പിന്നീട് ഓരോ 3 മാസം കൂടുമ്പോഴും ഈ ഒരു കൃഷിക്ക് വേണ്ടിയുള്ള വളം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രാസവള പ്രയോഗ രീതി എന്ന് പറയുന്നത് 1 വർഷം ആവശ്യമായ രാസവളം തൈ നടുന്നതിൻ്റെ 30-ാം ദിവസം മുതൽ തുല്യ അളവിൽ വീതിച്ച് ഓരോ 2 മാസവും ഇടവിട്ട് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വളപ്രയോഗം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു വളപ്രയോഗങ്ങളുടെയൊക്കെ രീതിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബുക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷക മൂലകങ്ങളും വളപ്രയോഗങ്ങളും എന്ന് പറയുന്നൊരു ബുക്ക്. അത് ആവശ്യമുള്ള ആളുകൾക്ക് ആ ഒരു ബുക്കിൻ്റെ ലിങ്ക് വാങ്ങിക്കാനുള്ള ഫോൺ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുവാൻ വന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.